ഷർണ ചേച്ചി ഒരു കവർ നിറയെ റെയിൻകോട്ട് കൊടുത്തു. പക്ഷെ ഇവിടെ മഴയില്ല. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഓടി കയറിപ്പെടുന്നത്, പക്ഷെ എനിക്ക് വേണ്ട. ആകാശു തമ്മിൽ ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പുറത്ത് പോവാണ് കേട്ടോ. പുറത്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ ചൂണ്ടലെന്താ കൊടുകുത്തിമല പോവാണ് കേട്ടോ. അത് അങ്ങോട്ട് നിന്നോ. കൊടുകുത്തിമലയിൽ പോവുകയാണ്. നമ്മൾ കുറേ ആയി പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ പോയി നോക്കട്ടെ. മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസത്ര കാണാൻ വേണ്ടിയിട്ട് ശരണിയും അവരൊക്കെ അവിടുന്ന് വരും. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് അവിടുത്തെ വിശേഷങ്ങളായിട്ട് കാണാം. ഗൈസ് ഇതാട്ടോ കണ്ണൻ നീല വീട്ടിലിരുന്ന ടീഷർട്ടൊക്കെ ഇട്ടുണ്ട്. കണ്ണന് ഇടാൻ വേണ്ടിയിട്ട് ഡ്രസ്സില്ല. ഒറ്റ മൈൻഡാണ്. എണ്ണ അടിച്ചിട്ട് നേരെ വിടാണ് കേട്ടോ കൊടുകുത്തിമലയ്ക്ക്. നല്ല വെയിലായിരുന്നു. നമ്മൾ പോണ ഒന്നും മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ എത്തോളം മഴയൊന്നുമില്ല. അങ്ങനെ ചനിപ്പിനാൻ തന്നെ എപ്പോഴെങ്കിലൊക്കെ പെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടാണ് റെയിൻകോട്ട് വാങ്ങേണ്ട കാര്യം ഓർമ്മ വന്നത് കേട്ടോ. ഒന്നാമത് റീൽ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കയറാൻ വേണ്ടി വലിയ പാടാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ 2 റെയിൻകോട്ട് മേടിച്ചു. കണ്ണനും ശരത്തിനും വേണ്ടാന്ന് പറഞ്ഞൊരു കുട ഉണ്ടായിരുന്നു. എനിക്കും പൂജിട്ടിക്കും മേടിച്ചു കേട്ടോ. ഞങ്ങൾക്ക് നനഞ്ഞിട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ് പോലെ ഐറ്റംസ് ഇങ്ങനെ കറുമുറു ഉള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് നുള്ളിപ്പെറുക്കി ഏതൊക്കെ വാങ്ങേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൻകുട്ടിക്ക് ഞാൻ വരുമ്പോൾ ഷർട്ട് ഇല്ല എന്ന് പറഞ്ഞത് വെറുതെയാണ് കേട്ടോ. അവൻ്റെ ഷർട്ടൊക്കെ അവിടെ ഇവിടേക്കാണ്. അപ്പം എങ്ങനെയെങ്കിലും പുറത്ത് പോണ സമയത്ത് അവൻ്റെ ഒരു ഡ്രസ്സ് അവൻ്റെ കയ്യിലുണ്ടാവില്ല. ഒന്നല്ലെങ്കിൽ അതൊക്കെ 4 വഴിക്കായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവനെ കളിയാക്കിയിട്ട് പറഞ്ഞതാ. അതിന് തെറ്റിയിട്ട് കെറിവിച്ചിരിക്കുകയാണ്. അപ്പം എൻ്റെ റെയിൻകോട്ടിൻ്റെ കളറ് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് അവനോടൊന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ ഏതാണ് വേണ്ടതെന്നുള്ള പറഞ്ഞപ്പോൾ അതൊന്നും നോക്കാണ്ട് കെറിവിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ കഴിക്കാനുള്ളതൊക്കെ വാങ്ങി. ഈ ഒരു സാധനം ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ ദ്വീപുണ്ട, ആ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കണ്ടപ്പോൾ ഞാൻ ഒരുപാടായി അതിങ്ങനെ കഴിക്കാൻ ആഗ്രഹിച്ച് നിൽക്കണു. അങ്ങനെ നമ്മൾ അവിടുന്ന് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അപ്പോഴേക്കും ശരണിയും പിള്ളേരൊക്കെ വരാമെന്ന് പറഞ്ഞു, അവിടേക്ക് വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ മെല്ലെയാണ് കേട്ടോ അവിടുന്ന് കാര്യങ്ങളൊക്കെ വാങ്ങണത്. കട നല്ല അടിപൊളി കടയായിരുന്നു കേട്ടോ. കടക്കാർ നല്ല അടിപൊളിയായിരുന്നു, സർവീസായിരുന്നു. അങ്ങനെ സാധനമൊക്കെ വാങ്ങി നമ്മൾ വണ്ടിയിൽ കയറാണ്. അപ്പോഴേക്കും ഈ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ഒരു 5-10 മിനിറ്റ് പോസ്റ്റായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഓട്ടോയിലും അവർ 3 കൂടെ സ്കൂട്ടിയിലും കൂടെ വന്നു കേട്ടോ. പിന്നെ അവിടെ കയറിയിട്ട് നമ്മൾ ചായ എന്തെങ്കിലും കഴിച്ചിട്ട് കയറാമെന്ന് പറഞ്ഞു. ഇവരിവിടെ കുറച്ച് ദിവസമായിട്ടുള്ളൂ കേട്ടോ വന്നിട്ട്, ശരണിയും ബാബും കൂടെ. അപ്പോൾ അവർക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അറിയാം. ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചായ കുടിച്ചിട്ട് അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഫുഡ് നമുക്ക് മുഖ്യം പിക്കില്ലെന്ന് പറഞ്ഞ പോലെ ഇവർക്ക് എന്തെങ്കിലും കഴിക്കാണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ വിശക്കണു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ടും കുറിക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിലും അത് അപ്പാടെ ഇരുന്നിട്ട് കഴിക്കുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്കുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് കയറാൻ വിചാരിച്ചു. ഏത് കടയിൽ കയറണമെന്നോ എന്ത് കഴിക്കണമെന്നോ ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കാര്യമായിട്ട് പൊരിക്കടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളവിടെ കയറിയിട്ട് ഈ ഒരു പൊറോട്ട പിസ്സ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു 2 പിന്നെ ഈ മുറുക്കും അതും ഇതൊക്കെ കേക്കൊക്കെ ആയിട്ട് കുട്ടികളും അതും ഇതൊക്കെ വാങ്ങി കഴിച്ചു. നമ്മൾ ചായയൊക്കെ കുടിച്ചു, ലൈമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഇരുന്നു. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആ കട നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇരിക്കാനൊക്കെ. അതേപോലെ തന്നെ കുഞ്ഞു അപ്പുറത്തൊക്കെ കടകളൊക്കെ ഉണ്ട്, ഉപ്പിലിട്ടതും കാര്യങ്ങളൊക്കെ. നമ്മൾ വന്നിട്ട് പെട്ടെന്ന് കയറാൻ നമ്മൾ എത്തിയപ്പോൾ തന്നെ ലേറ്റായി കേട്ടോ. പിന്നെ ഒരു 4 മണിയാകുമ്പോഴേക്കും കയറി ഇറങ്ങുക വേണം. നമ്മൾ എത്തിയപ്പോഴേക്കും എങ്ങനെ പോയാലും 1:30 ആയി എന്ന് തോന്നുന്നു കേട്ടോ, സമയമൊക്കെ ആയി തോന്നുന്നു. അങ്ങനെ നമ്മൾ ചായയൊക്കെ വന്ന് കാര്യമൊക്കെ പറഞ്ഞിരുന്ന് കഴിച്ചിട്ട് ഇനി കയറാമെന്ന് വിചാരിച്ചേ. ഈ കഴിക്കുന്ന സമയത്ത് നല്ല ചൂടായിരുന്നത് കേട്ടോ. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. എനിക്ക് ഈ ഒരു പൊറോട്ട പിസ്സ വലിയ ഇഷ്ടമായില്ല. കാടമുട്ട സീനായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ. അങ്ങനെയൊക്കെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ട് ഇനി കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കയ്യിലൊക്കെ ഓരോ കവറും കീശയും അതും ഇതൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻകോട്ടൊക്കെയാണ് കേട്ടോ കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു ആളുമ. അതുകൊണ്ട് ഒരു കവറിലിട്ടിട്ട് കഴിക്കാനുള്ളതും ഒക്കെ കൂടെ ആയിട്ടാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. ഈ ഭാഗമാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 5 ആൾക്കുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് വേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ കയറാണ് കേട്ടോ. അതിന്റെ 2 വശം കാണാൻ വേണ്ടി നല്ല രസമാണ്. കണ്ണൻകുട്ടിക്ക് ഇത് വെള്ളം കണ്ടിട്ട് അവന് ചാടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത്. അപ്പൊ ഇതിൽ ചാടാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ശരണ്യ പറയേണ്ടതില്ല, അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെയൊക്കെ കണ്ടിട്ട് ഉള്ളിലേക്ക് കയറിയിട്ട് അങ്ങനെ പോവാൻ വേണ്ടി നിൽക്കുകയാണേ. ഇത് ഇവിടുത്തെ റൂട്ട് മാപ്പാണ് കേട്ടോ. നമ്മൾ എങ്ങനെ കൊടുകുത്തിമലയ്ക്ക് കയറണം എന്നുള്ളതിൻ്റെ ഒരു റൂട്ട് മാപ്പാണ്. കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായി ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഫോട്ടോ എടുത്ത് വായിച്ചിട്ടൊക്കെയാണ് കയറുന്നത്. ഞങ്ങൾ കുറേ റെയിൻകോട്ടൊക്കെ വാങ്ങി. പക്ഷെ ഇവിടെ മഴയില്ല ഗൈസ്. നമ്മളെവിടെ പോയാലും ഇങ്ങനെ തന്നെയാണ്.
കോട പിടിക്കാനായിട്ട് വെയിൽ കൊള്ളണ്ട. പക്ഷെ വെയിൽ ഇടയ്ക്കുണ്ട് ഇടയ്ക്കില്ല. മഴ ഉണ്ട് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കോട. കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്. നല്ല റിസോർട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ശരണ ചേച്ചി ഒരു കവർ നിറയെ റെയിൻകോട്ട് കൊടുത്തു. മഴ നൂറിൻ്റെ നമുക്ക് ഒരു വരുമ്പോഴേക്കും ഇവിടെ കുറച്ചേരം റെസ്റ്റ് എടുക്കാം. ചിറാപ്പുഞ്ചി മൂഞ്ചി തുടങ്ങിയിട്ടുള്ളൂ. ആരും ഞാൻ ഈ ലഗേജൊക്കെ പിടിച്ച് നടക്കണമൊക്കെ ഞാൻ പിടിക്കാം. നമുക്ക് പിന്നെ ഇതും പറ്റും. എന്നെ കൊണ്ട് പിടിപ്പിച്ചു. ഞാനാണ് കൂട്ടത്തിൽ നടക്കാൻ നല്ലോണം മടിച്ചിട്ടോ. നമ്മുടെ വീട്ടിലാണെങ്കിലും പുറത്ത് എങ്ങോട്ട് പോകണമെങ്കിൽ എനിക്ക് നടക്കാൻ വേണ്ടി വലിയ മടിയാണ് കേട്ടോ. ഞാനാണ് ഈ കുന്നും മലയൊക്കെ കയറുന്നത്. പക്ഷേ ഇപ്പം എനിക്കിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ നടത്തത്തിൻ്റെ ആഴം അങ്ങോട്ട് അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഓരോ കയറ്റം കയറി എത്തുമ്പോഴും പറയും ഇതൊന്നും അല്ല, ഇനിയുണ്ട് എന്നിട്ട്. പക്ഷെ നടന്നു പോണ വഴിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് സൂപ്പറായിരുന്നു കേട്ടോ. അവിടെ ആ ലവ് ചിഹ്നത്തിൻ്റെ അവിടെയൊക്കെ പോയിട്ട് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ചിട്ട് പോകുന്ന റെയിൻകോട്ടൊക്കെ മേടിച്ചതാണ്. മഴ ഉണ്ടെങ്കിൽ അടുത്ത ഇവിടെ നല്ല വൈബും കാണാൻ വേണ്ടിയിട്ട് രസവും. അപ്പോഴാണ് കോടയൊക്കെ ഇറങ്ങുള്ളൂ എന്നാണ് പറയുന്നത്. എനിക്കാണെങ്കിൽ കോട കാണാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാനും പൂജിട്ടിയൊന്നും അങ്ങനെ കോട കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കോട കാണാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ വന്നപ്പോൾ പൊട്ടാപ്പൊരു വെയിലാണ് കേട്ടോ. പിന്നെ അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരു കുഞ്ഞു കുളം പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോന്ന് കണ്ട് അവിടെ ഇങ്ങനെ നിന്നിട്ടും ഇരുന്നിട്ടും മാടിയിട്ടും പാടിയിട്ടും സംസാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ കയറി പോയോണ്ടിരിക്കുന്ന ടൈം. മഴക്കാറൊക്കെ ഉണ്ട് ഗായ്സ്. ഇതാ പകുതി വന്നിട്ടുള്ളൂ. എന്നിട്ട് പെയ്യണം. അറിയില്ലേ? ശ്വാസം തിങ്ങുന്ന അമ്മണിക്കാടിനെ പറ്റി പറയാം. അമ്മണിക്കാട് എന്ന പ്രദേശത്താണ് കൊടിക്കുത്തിമല സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്ത് 5 മുനികൾ അമ്മണിക്കാട് എന്ന പ്രദേശത്താണ് കൊടിക്കുത്തിമല സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്ത് 5 മുനികൾ കാട്ടിൽ തപസ് ഇരുന്നതിനാൽ 5 മുനിക്കാട് എന്നും പിന്നീട് അയ്മുനിക്കാട് എന്നും പിന്നീട് അമ്മണിക്കാടായി എന്നും ഐതിഹ്യം. എന്താ ഇവിടെ കഥ പറച്ചിലൊക്കെ ഉണ്ടാ? അതെ, കേട്ടാലും മനസ്സിലാവൂല. അപ്പൊ എന്താ ചെയ്യാ? പ്രതീക്ഷിച്ചിട്ടല്ല ഗൈസ് ഞാൻ വന്നത്. മെല്ലെ കേറിയിട്ട് വേഗം എത്താന്നത് 4-5 കിലോമീറ്റർ. ഞാൻ ഇപ്പോ വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഫോണൊക്കെ പെരുക്ക് കൊടുത്തയക്കാം. മഴ ഉണ്ടെങ്കിൽ സെറ്റായിരുന്നു. മഴ പെയ്യുന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവിടെ എത്തുമ്പോഴേക്കും കയറി ഒരു ഉഷാറൊന്നും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. നടത്തത്തിന്റെ ആഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനായിരുന്നു. ഒരുപാട് നടക്കാണ്ടായിരുന്നു കേട്ടോ. ഗായ്സ് ഇവിടെ ഇരുന്നു. ഇനി നടക്കാൻ വയ്യാന്നാണ് പറയണേ. ഇനി എത്രേ ദൂരം ഉണ്ട് പോവാൻ. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഓടി കയറിപ്പെടുന്നേ. പക്ഷെ എനിക്ക് വേണ്ട. മേലേക്ക് കയറി പോണോടത്തോളം അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള വിശ്രമ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇരുന്നിട്ടും അങ്ങനെ സംസാരിച്ചിട്ടും മെല്ലൊക്കെ ശ്വാസമൊക്കെ എടുത്തിട്ടൊക്കെ കയറി പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊരു ഷോർട്ട് കട്ടാണ്. റോഡ് അല്ലാണ്ട് ഉള്ളോട്ട് കൂടെ കയറിയാൽ വേഗം എത്തുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി പോയതാണ് കേട്ടോ. 4 അടി ആക്കം കിട്ടിയാൽ അത്രയും നല്ലതെന്ന് വിചാരിച്ച് നടക്കണ മടിച്ചാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് നടക്കാൻ വേണ്ടിയിട്ട് മടിയെന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ഷോർട്ട് കട്ട് കൂടെ ഒക്കെ കയറിയിട്ടും മറിഞ്ഞിട്ടൊക്കെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷെ നടക്കാനും കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ എല്ലാവരും കൂടി വൈബ് അടിച്ച് ചിരിച്ചും കളിച്ചിട്ടൊക്കെ പോകണം. അപ്പോഴാണ് രസം. 1-2 ആളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചടക്കും കേട്ടോ. അങ്ങനെ കുട്ടികളും മക്കളെയൊക്കെ ഞങ്ങളൊരു സ്ഥലത്ത് ഇരുത്തിയിട്ട് ഇതാ കൊണ്ടുപോയ സാധനങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ കഴിച്ച് തീർക്കണ വരെ എൻ്റെ പൂജിപ്പിക്കുന്നൊരു സമാധാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് മാക്ക അടിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ തിരിച്ച് കയറി പോകാൻ വേണ്ടിയിട്ട്. എല്ലാവരും ചോദിക്കേ അല്ല, ഇതൊക്കെ തിന്നാനാണെങ്കിൽ വീട്ടിലിരുന്ന് തന്നോളൂ. കേരള നടക്കലില്ല, തിന്നല് മാത്രം നടക്കുന്നുള്ളൂ. ആകാശു തമ്മില് അവിടെ ആകാശവും ഭൂമിയും തമ്മിൽ ഒന്നാവണ്ടത്ര ഇവരെന്താണ് പറയുന്നത്. കിളി പോയിട്ട് ഓരോന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കയറുന്നത് കേട്ടോ. അവിടെ ഇരുന്നിട്ട് അവിടെ മേലെ ആകാശം കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. മഴയല്ല കോടയാടാ, ഫുള്ള് കോട.
ഞങ്ങള് മൂന്നാളൊന്നൊരു പൊളി പൊളിക്കും മഴ പെയ്ത ഞങ്ങൾ കരയും. ആൾക്കാർ ചേച്ചി ആരൊക്കെ പോയി പൊന്തേതൊക്കെ വന്ന് ഉമ്മയ്ക്കുണ്ടല്ലോ. കേറുന്ന വഴിയിലൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് മഴ വരട്ടെ എന്ന് പറയുന്നിടത്തോളം വെയിലാ വന്നുകൊണ്ടിരുന്നത്. പിന്നെ അതാ പെട്ടെന്ന് അങ്ങോട്ട് വന്നു മഴ. അങ്ങനെ ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് തുള്ളി ചട റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ട് ഒരു വിധമൊക്കെ കയറിയതായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് മഴ വരും എന്നുള്ള ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അമ്മാതിരി വെയിലായിരുന്നു. പിന്നെ പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് മഴ കിട്ടിയപ്പോൾ ഞങ്ങൾ ആർത്ത് ഉല്ലസിച്ചിട്ട് അവിടെ കിടന്ന് ചാടലും മറയലും കൂത്തലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കുറേ നേരം നിന്ന് നമ്മൾ റീൽസിനുള്ളതും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് അവിടുന്ന് കയറി പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അത്ര രസമായിരുന്നു. ചുറ്റും നോക്കുമ്പോൾ ഈ ഒരു മലഞ്ചെരുവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കുഞ്ഞിതായിട്ട് നീരുറവ് പോലെ വെള്ളം വരില്ലേ, അതൊക്കെ കാണാൻ വേണ്ടി വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ അല്ല കേട്ടോ, ശരിക്കും കാണാൻ വേണ്ടിയിട്ട് സൂപ്പറായിരുന്നു കേട്ടോ. ഇവരൊക്കെ പോയ ആൾക്കാരാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ശരണി, ബാബു, ശരത്തൊക്കെ പോയ ആൾക്കാരാണ്. ഞങ്ങൾ ഈ 3-4 കാണാത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഇവിടെ നിന്നിട്ട് കുറേ കൂതറത്തരൊക്കെ കാണിച്ചിട്ട് അപ്പോഴേക്കും മഴ ഒരുവിധം പോയപ്പോൾ നമ്മൾ ഇനി തിരിച്ച് കയറാമെന്ന് വിചാരിച്ചു. റെയിൻകോട്ട് വാങ്ങിയത് എത്രയും നന്നായി എന്ന് ആലോചിച്ചിട്ടോ, അല്ലെങ്കിൽ നനഞ്ഞ് കുളിച്ച് കയറേണ്ടി വന്നായിരുന്നു. ഇനി ഇവിടുന്ന് ഒരുപാട് കയറാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കിട്ടാം. ഇനിയാണെങ്കിൽ നമുക്ക് വെള്ളമില്ല മറ്റുമില്ല കേട്ടോ. അങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഈ ആർത്ത് വിളിക്കണത് നമുക്ക് അപ്പത്തെ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് കേട്ടോ. നമ്മളങ്ങനെ കാണാത്തൊരു സ്ഥലമല്ലേ. പിന്നെ കയറി പോയപ്പോൾ ഇതാ കോട ഇറങ്ങി വരുന്നുണ്ട്. അത് കണ്ടിട്ട് തുള്ളലും ചാടലൊക്കെ ഓടലൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ് ഞാനും സോനും പൂജയും കൂടെ കേട്ടോ. ഞങ്ങൾക്ക് എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവർ എക്സൈറ്റ്മെന്റ് കൂടുതലാണ് കേട്ടോ. ഗൈസ് നല്ല കോട ഗൈസ്, സൂപ്പർ കോട. കുടിക്കാൻ പറ്റില്ല, ഇനി കുടിക്കല്ല ചെയ്യാം, ഇങ്ങനെ വെക്കുക. വേണോ വേണോ കുടിക്കാനുണ്ട്? ഞാൻ കണ്ണിലാക്കി ഞാൻ കണ്ണിലാക്കാൻ വേറെ പൊട്ടിച്ചോ? തണുപ്പുണ്ടാവും കണ്ണിന്. തണുപ്പാണോ? ഞാൻ ഈ മഴത്തുള്ളി സംഭവമൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് കണ്ടതാണ് കേട്ടോ. ഞങ്ങൾ ആ സമയത്തൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ കണ്ണിലൊക്കെ വെച്ചിട്ട് സ്കൂളിലേക്ക് പോയായിരുന്നു. പിന്നെ ഇതാ ഇവിടെയാണ് കാണുന്നത് കേട്ടോ. അതൊക്കെ എടുത്ത് കണ്ണിലൊക്കെ വെച്ച് പിള്ളേർക്കും വെച്ച് കൊടുത്തിട്ട് പിന്നെയും കയറുകയാണ്. ഒരുപാട് കയറാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും കോടയൊക്കെ വന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. മഴ ഒരു സ്ഥലത്ത് അങ്ങനെ തകർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല വൈബ് ഉണ്ടായിരുന്നു. ചൂട് ബിരിയാണിയൊക്കെ വെച്ചിട്ട് കയറണം കേട്ടോ അവിടേക്ക്. എന്നിട്ട് ഇരുന്ന് കഴിക്കണം. ഇവിടെ മൊത്തം കോടയാണ്. അങ്ങനെ കയറി നമ്മൾ ലാസ്റ്റ് ഇതാ നമ്മുടെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. നമ്മളിങ്ങനെ പറന്നു പോകും ഗൈസ്. തണുത്തിട്ട് കിടുകിടാന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു പിള്ളേരൊക്കെ കേട്ടോ. നമുക്ക് വലിയവർക്ക് തന്നെ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അത്ര കാറ്റൊക്കെ ആയിരുന്നു. പിള്ളേരെ സമ്മതിക്കില്ല ഗൈസ്. പിന്നെ അങ്ങോട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ട് നിന്നിട്ടേ ഇല്ല കേട്ടോ. മേലെ എത്തിയപ്പോൾ മഴയും കൂടുതലായിരുന്നു, കാറ്റും കൂടുതലായിരുന്നു. ഈ സ്റ്റെപ്പ് കയറിയിട്ട് മേലേക്ക് പോകണം. ഈ സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. കുഞ്ഞ് സ്റ്റെപ്പാണ്, പിന്നെ നല്ല ടൈല് വഴുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ടോപ്പിലെ അവസ്ഥ ഇതാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട്. വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് നിൽക്കാനും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയില്ല. അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കായിരുന്നു കേട്ടോ. പൂജയുടെ കാലുമ്പോൾ ദാ അവിടെ ആ ടൈലിൻ്റെ മുക്ക് കൊണ്ടിട്ട് ഒന്ന് പൊളിഞ്ഞു കേട്ടോ. നല്ല ചോര വരുന്നുണ്ട് കുഞ്ഞാ. ഗായ്സിന്റെ കാലം മുറി ഇനി അവിടെ നിന്ന് സംസാരിച്ചാലും ഒന്നും കേൾക്കില്ല കേട്ടോ, കാറ്റിൻ്റെ സൗണ്ടും. പിന്നെ അവിടെ കുറേ ചെക്കന്മാരും പിള്ളേരൊക്കെ വന്നിട്ട് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത അത്ര കാറ്റും മഴയും കൂടെ വന്നപ്പോൾ റെയിൻകോട്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. കയറിയപ്പോൾ ഞാൻ റെയിൻകോട്ട് ഊരി വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് റീൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും 2 സ്റ്റെപ്പ് ഇടാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇത്രയും പിള്ളേരുടെ ഇടയിൽ നിന്ന് എനിക്ക് കളിക്കാനുള്ളൊരു ധൈര്യം ഉണ്ടായില്ല. പിന്നെ അവിടെ നല്ല വഴുപ്പും മഴയും കാറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു സാഹസത്തിന് മുതിർന്നില്ല കേട്ടോ. പിന്നെ ഇതാ നമ്മൾ മേലെ നിന്നിങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ സൂപ്പറായിരുന്നു. ഇരിക്കുന്ന കണ്ണൻകുട്ടിയാണ് കേട്ടോ. അവൻ ഇവിടുത്തെ തണുപ്പ് സഹിക്കാണ്ട് താഴെ ഇറങ്ങിയിട്ട് അവിടെ ഇരുന്നിട്ട് എന്നെ വിളിക്കായിരുന്നേ. അങ്ങനെ അവിടെയൊക്കെ നിന്ന് കുറേ നേരമൊക്കെ നമ്മൾ ഫോട്ടോസ് റീൽസൊക്കെ എടുത്തിട്ട് ഞാൻ പറയണ പോലെ ഇവിടെ ഒരു മഞ്ഞ് പോലെ കാണുന്നു. മഞ്ഞ് പോലെ ഇല്ല വേണം.
എല്ലാവർക്കും ഇറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. എല്ലാവരും കിടുകിടാനന്ദ സ്വാമികളായിട്ട് വിറക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി പോരുകയാണ്. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോരണം. ആ വീട്ടിൽ നിന്നല്ല, ആ മേലെ നിന്ന് ഇറങ്ങിയിട്ട് കുറേ ദൂരം താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ കാലൊക്കെ അങ്ങനെ വിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുത്തനെ ഇറക്കാണ്. അതുകൊണ്ട് കാലൊക്കെ വിറച്ചിട്ട് നമ്മൾ പിന്നെയും ഇരുന്നിരുന്നിട്ടൊക്കെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഈ ഒരു പോരൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് വിത്ത് എന്തോ ഒരു സംഭവം, ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, ചണപ്പുല്ലോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. ചണവിത്തല്ല, എന്തോ ഒരു പേരുണ്ട് ഇതിന്. ശരണി ബാബും പറഞ്ഞു ഇത് ചായ ഉണ്ടാക്കി കുടിച്ചാൽ അടിപൊളി അത്ര. ഞാനിവിടെ കൊടുത്തിട്ട് എവിടെ വെച്ചെന്ന് ഗൈസ് എനിക്ക് ഓർമ്മ ഉണ്ടായില്ല. അപ്പോൾ അതൊക്കെ പെറുക്കി നമ്മൾ തിരിച്ച് താഴേക്ക് പോരുകയാണ് കേട്ടോ. പോരുന്ന സമയത്ത് നമുക്ക് 2-3 സ്ഥലത്തുനിന്ന് പിക്ക് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വീഡിയോസും പിക്കൊക്കെ എടുത്തിട്ട് തിരിച്ച് അപ്പോഴേക്കും ആർക്കും ഒരു ഉഷാറില്ലാണ്ടായി. ഇറങ്ങിയിട്ട് കയറിയതിൻ്റെ ക്ഷീണം ഇറങ്ങിയതിൻ്റെ ക്ഷീണം, നന്നായിട്ട് വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. ദാഹമായിരുന്നു കൂടുതൽ. എന്താ വെച്ചാൽ വെള്ളം ബോട്ടിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ചെന്ന പാടം അവിടെ ഇരുന്നു കേട്ടോ. എന്താ വെച്ചാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ആൾക്കാരുടെ തിരക്കുണ്ടായിരുന്നു. ആ ലവ് ചിഹ്നത്തിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് വേണം നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇവിടെ ഇരുന്നു കേട്ടോ, തിരക്കൊക്കെ ഒഴിയണ വരെ. അങ്ങനെ നമ്മൾ തിരിച്ച് പോരുകയാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.